ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. നമ്മുടെ നാട്ടില് കോവിഡ് അങ്ങ് വന്നുപോയി. പക്ഷെ വന്നു പോയിട്ടും നമ്മളെ അത് ഇതുവരെയും പിടിവിട്ടിട്ടില്ല. കാരണം നമ്പർ ഓഫ് ഡിസീസസ് ആണ് അതിനുശേഷവും വന്നു ചേരുന്നത്. പലർക്കും കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ ഒട്ടനവധി അസുഖങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് എന്തിന്റെ കാരണം കൊണ്ടാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത് നമ്മുടെ വാക്സിന്റെ പ്രശ്നം കൊണ്ടാണോ അതോ നമ്മുടെ വൈറസിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ആയുർവേദത്തിൽ കൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ വ്യാധിക്ഷമത്വം കൂട്ടാം. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാത്തിനും ഉള്ള ഉത്തരവും ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു അസുഖം വന്നാലും അതിന്റെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയെ നമ്മളൊന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടി അവരെ ആ വർക്കിന് എലിജിബിൾ ആക്കി എടുക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം. ഈ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നി, ഡൈജസ്റ്റീവ് ഫയറിനെ അവിടെ ഇംപ്രൂവ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ധാതുസിനെ നറിഷ് ചെയ്യണം. ഒപ്പം നമ്മളുടെ ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ശ്വാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളിലെ നമുക്ക് പഞ്ചകർമ്മ ചികിത്സയായിട്ടുള്ള നസ്യം മറ്റും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ എനിമ തെറാപ്പി കൊണ്ട് ഒരുവിധപ്പെട്ട ശരീരത്തിലെ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാനും നമ്മുടെ ടോക്സിനെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആയുർവേദം കൂടെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് അതിൽ കൂടെ കിട്ടും.